ഇങ്ങനെ വറുത്തരച്ചാൽ ഒരു മാസമല്ല ഒരു വർഷം വരെ കേടാകും. വിദേശികൾക്കോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം. അടുക്കളയിലെ സാധനങ്ങൾ കൊണ്ട് വെറും 10 മിനിറ്റിൽ നല്ല നാടൻ രുചിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല വറുത്തരച്ച ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ റെസിപ്പി ട്രൈ ചെയ്യാനും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഉണക്ക മീനിൻ്റെ ചമ്മന്തിപ്പൊടിയാണ്. ഇത് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി നമ്മൾ ഇതിൻ്റെ മുള്ള് കളഞ്ഞ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഉണക്കയെല്ലാം ഇപ്പം നല്ല വൃത്തിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ തേങ്ങ ചുട്ടതാണ്. അത് ചിരട്ടയോടുകൂടി തന്നെ ചുട്ട് പിന്നെ നമ്മൾ ചിരട്ടയെല്ലാം ഇളക്കി കളഞ്ഞതാണ്. ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്. ഇത് നമുക്കിനി ഇളക്കിയെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഓരോന്നും എല്ലാം പൊടിച്ച് വേണം എടുക്കാനായിട്ട്. ചുട്ട തേങ്ങ ഇളക്കിയിട്ട് ഞാൻ പൊടിച്ച് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം നമ്മൾ വറുത്ത് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. കാര്യം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. ഒരു 6 മാസം 1 വർഷം വരെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല ഭംഗിയിൽ ഇത് ചെയ്യുമ്പോൾ സൂക്ഷ്മയോടെ വെള്ളമൊന്നും തൊടാതെ വേണം വറുത്തൊക്കെ എടുക്കാൻ. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇച്ചിരി മൂക്കാനുള്ളത് കൊണ്ട് ഇഞ്ചി അധികം കിടക്കട്ടെ. ഇഞ്ചി ഒരുവിധം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ തൊലിയോട് തന്നെയാണ് ഇട്ടേക്കുന്നത്. വെളുത്തുള്ളി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സൂക്ഷിച്ച് ഇറക്കിയ കാര്യം തൊലിയോടുകൂടി വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിരിയമുളകാണ്, കാശ്മീരി ചില്ലി. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരട്ടെ. ഇതൊരു പ്രത്യേക മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. കാര്യം എല്ലാം നമ്മൾ വറുത്ത് തന്നെയാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പം അതിനുള്ളൊരു രുചിയും മണവും കണക്കാം. പ്രത്യേകിച്ച് ഇത് ചെയ്യാൻ കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഗൾഫിൽ കൊടുത്തുവിടാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് എരിവൊന്നും കാണത്തില്ല. ഈ മുളകിനകത്ത് കളറേ കാണത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂണോളം കുരുമുളക് ഇടാം. ഇതിലേക്ക് തന്നെ ജീരകം ഇടണം, നല്ല ജീരകം. ഇനി അതിലേക്ക് ഉപ്പിടണം. ഉപ്പും വറുത്ത് തന്നെ നമ്മൾ എടുക്കണം. കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിലേക്ക് കുറച്ച് കരിയേപ്പിലയും കൂടെ തണ്ടോടുകൂടെ തന്നെ ഇടുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാനേ ഉള്ളൂ. ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് തണുക്കട്ടെ. അതേ ചട്ടി തന്നെയാണ്, നമ്മൾ കഴുകിയൊന്നും വേണ്ട. ആ ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് വെളിച്ചെണ്ണ ചെയ്യരുത് ഒരിക്കലും. കാര്യം വെളിച്ചെണ്ണ ചെയ്താൽ ഇത് കാറും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന്. ഒന്നിൽ പാം ഓയിൽ ചെയ്യാതിരിക്കുക. സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിന്നറോ ഇതിനകത്ത് ചെയ്യുക. പിന്നെ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ തേങ്ങ പൊടിച്ചതെടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്തെങ്കിലും വെള്ളയപ്പം ഉണ്ടെങ്കിൽ പോട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ഭംഗിയിൽ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. കാര്യം നമ്മൾ തീയലിനൊക്കെ അരയ്ക്കുന്ന കണക്ക് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. വെള്ളയപ്പം ഒട്ടും പാടില്ല. തേങ്ങയ്ക്കകത്ത് വെള്ളയപ്പം വന്നാൽ ചമ്മന്തിപ്പൊടി ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയിൽ ഞാൻ ചുട്ടെടുത്തതൊക്കെ സത്യമാണ്, അത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ എന്നാലും അതിനകത്തുള്ള വെള്ള ഈർപ്പം പോകണമെങ്കിൽ നമ്മൾ വറുത്ത് തന്നെയാണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ വറുത്ത സാധനം, അതായത് കാശ്മീരി ചില്ലി, ജീരകം, കുരുമുളക്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം എണ്ണയ്ക്കകത്ത് നമ്മൾ മൂപ്പിച്ചെടുത്തതാണ്. ഇത് നമുക്കിനി പൊടിച്ചെടുത്തിട്ട് വരാം. തേങ്ങ പരുവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മുളക്, ജീരകം, ഉപ്പ്, കരിവേപ്പില, കുരുമുളക്, ഇതെല്ലാം വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് തട്ടയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. തേങ്ങ മൂത്തതും ഈ മുളകും ഇതൊക്കെ എല്ലാം നമ്മൾ ചതച്ചതും ഇതിൻ്റെയൊക്കെ നല്ലൊരു മണമെന്ന് പറഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇത് കേടുകൂടാതെ ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിനകത്ത് കുറേശ്ശെ ഈ മീൻ
ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറേശ്ശെ വേണം ഇട്ട് ആഡ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഒന്ന് ഇത് ഇളക്കാം. എല്ലാം കൂടെ തട്ടുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. കണ്ടല്ലേ, ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഒരുമിച്ചൊരിക്കലും ഇത് ചെയ്യാനോ വെക്കാനോ പാടില്ല. തേങ്ങയുടെയും മസാലകളുടെയും ചൂടിൽ തന്നെ ഇത് ഒന്നുകൂടെ ചൂടായി വരും. നമ്മളിത് വറുത്ത് പൊടിച്ചതാണ്. പ്രത്യേകിച്ച് വറുക്കേണ്ട കാര്യം എണ്ണ ചേർത്ത് വേണം നമ്മൾ വറുക്കാൻ. എണ്ണ കൂടുതൽ ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതിനകത്ത് തട്ടാം. അതും ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പൊ പുതിയൊരു വ്ലോഗായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.